ഹലോ എവ്രിവൺ, നമ്മുടെ പുതിയ ഒരു എക്സ്പ്ലെയിനറിലേക്ക് സ്വാഗതം. നമ്മുടെ എവ്രിഡേ ലൈഫിൽ നമ്മൾ കൂടുതലും ഫ്ലാറ്റ് സർഫസസ് ആണ് കാണുന്നത്, റൈറ്റ്? പക്ഷേ നമ്മുടെ യൂണിവേഴ്സ്, എസ്പെഷ്യലി ഇലക്ട്രോമാഗ്നറ്റിക്സ്, അത്ര ഫ്ലാറ്റ് ഒന്നുമല്ല. സോ ഇന്ന് നമ്മൾ ഈ സെഷനിലൂടെ സ്ഫെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റമിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. ഗെറ്റ് റെഡി. ഓക്കേ, ലെറ്റ്സ് ഡൈവ് ഇൻ ടു ദിസ്. നമ്മുടെ ഇന്നത്തെ എജൻഡ ഇതാണ്: 1. റെക്ടാങ്കുലർ ബേസിക്സ്. 2. ദ സ്ഫെറിക്കൽ പാരഡൈം. 3. വിഷ്വലൈസിംഗ് ആർ, തേറ്റ, ഫി. 4. പോയിന്റ് ഇക്വേഷൻസ്. 5. ദ ട്രാൻസ്ഫർമേഷൻ മാട്രിക്സ്. പിന്നെ എക്സാംസിൽ ഇത് എങ്ങനെ വരും എന്ന് കാണിക്കുന്ന 6 എക്സാം ആപ്ലിക്കേഷൻസ്. ലെറ്റ്സ് മൂവ്. സോ ആദ്യത്തെ സെക്ഷൻ 1, റെക്ടാങ്കുലർ ബേസിക്സ്, ദ ഫെമിലിയർ ഗ്രൗണ്ട്. കോംപ്ലക്സ് ജിയോമെട്രീസിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് നല്ലപോലെ അറിയാവുന്ന കാര്യങ്ങളിൽ നിന്ന് തുടങ്ങാം. കാർട്ടീഷ്യൻ അല്ലെങ്കിൽ എക്സ്, വൈ, സെഡ് സിസ്റ്റം. ഇത് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒന്നാണല്ലോ. എക്സ് ആക്സിസ് ഹൊറിസോണ്ടലാണ്, വൈ ഡെപ്ത് കാണിക്കുന്നു, പിന്നെ സെഡ് വെർട്ടിക്കലായിട്ട് നിൽക്കുന്നു. ഇതൊന്നും തീരുമാനിക്കാൻ ഒരു ലിമിറ്റില്ല. റേഞ്ചസ് നെഗറ്റീവ് ഇൻഫിനിറ്റിയിൽ നിന്നും പോസിറ്റീവ് ഇൻഫിനിറ്റി വരെയാണ്. ഒരു ഫ്ലാറ്റ് ബോക്സിന്റെ കാര്യത്തിൽ ഇത് സൂപ്പറാണ്. പക്ഷേ ഇലക്ട്രോമാഗ്നറ്റിക്സ് യൂണിവേഴ്സിന്റെ കർവ്സും സ്ഫിയേഴ്സും വരുമ്പോൾ ഈ ഫ്ലാറ്റ് ഇന്റർസെക്റ്റിംഗ് പ്ലെയിൻസ് മാത്രം വെച്ച് നമുക്ക് സോൾവ് ചെയ്യാൻ ലിറ്ററലി വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ രണ്ടാമത്തെ സെക്ഷനിലേക്ക് വരുന്നത്. 2. ദ സ്ഫെറിക്കൽ പാരഡൈം, വൈ വി നീഡ് ഇറ്റ്. ഒരു പുതിയ സിസ്റ്റം നമുക്ക് എന്താണ് ആവശ്യം? നോക്കൂ, ചില ഇലക്ട്രോമാഗ്നറ്റിക്സ് പ്രോബ്ലംസ് നമ്മൾ ഈ ഫ്ലാറ്റ് ഗ്രിഡ്സ് വെച്ച് സോൾവ് ചെയ്യാൻ ശ്രമിച്ചാൽ ഇറ്റ്സ് ഗോയിങ് ടു ബി എ മാത്തമാറ്റിക്കൽ നൈറ്റ്മെയർ. റെക്ടാങ്കുലർ സിസ്റ്റം ബോക്സസിന് പെർഫെക്റ്റ് ആണ്, പക്ഷെ കർവ്സ് വന്നാൽ ആകെ കോംപ്ലക്സ് ആകും. എന്നാൽ സ്ഫെറിക്കൽ സിസ്റ്റം സ്ഫെറിക്കൽ സിമെട്രിയുള്ള പ്രോബ്ലംസിന് പെർഫെക്റ്റ്ലി ഫിറ്റ് ആണ്. ഇത് ഉപയോഗിക്കുമ്പോൾ വെക്ടർ കാൽക്കുലസ് പോലുള്ള കാര്യങ്ങൾ വളരെ സിമ്പിൾ ആകും. ദ റൈറ്റ് സിസ്റ്റം സേവ്സ് എ ടൺ ഓഫ് ടൈം ഫോർ ഷുവർ. ഇനി നമ്മൾ ഈ പഠനത്തിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ പാർട്ടിലേക്ക് വരികയാണ്. സെക്ഷൻ 3, വിഷ്വലൈസിംഗ് ആർ, തീറ്റ, ഫൈ, ബിൽഡിംഗ് എ പോയിന്റ്. ഒരു മെന്റൽ ആനിമേഷൻ വഴി 3D സ്പേസിൽ ഒരു പോയിന്റ് എങ്ങനെ ബിൽഡ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ഒറിജിനിൽ നിന്നു നമുക്ക് ആവശ്യമുള്ള പോയിന്റ് പിയിലേക്ക് എത്താൻ ജസ്റ്റ് 3 സ്റ്റെപ്സ് മാത്രം. സ്റ്റെപ്പ് 1, ഒറിജിനിൽ നിന്നോ സ്ട്രെയിറ്റ് പുറത്തേക്ക് നീങ്ങുക. ഇതാണ് ഡിസ്റ്റൻസ് ആർ. സ്റ്റെപ്പ് 2, Z ആക്സിസിൽ നിന്നോ താഴോട്ടൊന്ന് ടിൽറ്റ് ചെയ്യുക. ഇതാണ് കോ ലാറ്റിറ്റ്യൂഡ് തീറ്റ. സ്റ്റെപ്പ് 3, എക്സ് ആക്സിസിൽ നിന്നോ XY പ്ലെയിനിന് ചുറ്റിയൊരു റൊട്ടേഷൻ കൊടുക്കുക. ഇതാണ് അസിമിത്ത് ഫൈ. ഈ 3 സ്റ്റെപ്സും കൂടി നമ്മെ എക്സാക്ട് പോയിന്റിൽ എത്തിക്കും. പക്ഷേ ഈ പുതിയ സ്പേസിൽ ചില മാത്തമാറ്റിക്കൽ ബൗണ്ടറീസ് ഉണ്ട്. ആറിന്റെ റേഞ്ച് 0 മുതൽ ഇൻഫിനിറ്റി വരെയാണ്. കോലാറ്റിറ്റ്യൂഡ് തീറ്റ 0 മുതൽ പൈ വരെ, അതായത് 180 ഡിഗ്രീസ്. പിന്നെ ആസിമിത്ത് ഫൈ 0 മുതൽ 2π വരെ, അതായത് 360 ഡിഗ്രീസ്. ഈ ലിമിറ്റ്സ് വളരെ ക്രൂഷ്യലാണ്, കാരണം ഓവർലാപ്പ് ചെയ്യാത്ത രീതിയിൽ ഓരോ പോയിന്റും സ്പേസിൽ യുണീക്കായി നിൽക്കണം. മേക്ക് സെൻസ്, റൈറ്റ്? കാർട്ടീഷ്യൻ സിസ്റ്റത്തിലെ പോലെ തന്നെ ഈ പുതിയ യൂണിറ്റ് വെക്ടേഴ്സ് AR, Aθ, Aφ എന്നിവ കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡന്റും മ്യൂച്വലി പെർപെൻഡിക്കുലറുമാണ്. ഇവിടെ AR പോയിന്റ്സ് ടു ദ ഡിറക്ഷൻ ഓഫ് ഇൻക്രീസിംഗ് R, Aθ പോയിന്റ്സ് ടു ഇൻക്രീസിംഗ് θ ആൻഡ് Aφ പോയിന്റ്സ് ടു ഇൻക്രീസിംഗ് φ. എല്ലാം എക്സാക്ട് 90 ഡിഗ്രീസ് ആയിട്ടാണ് നിൽക്കുന്നത്, ജസ്റ്റ് ലൈക്ക് എ ജയന്റ് 3D പസിൽ. ഓൾറൈറ്റ്, ഇനി നമ്മൾ മാത്തമാറ്റിക്സിലേക്ക് കടക്കുകയാണ്. സെക്ഷൻ 4, പോയിന്റ് ഇക്വേഷൻസ്, ട്രാൻസ്ലേറ്റിംഗ് ദ കോർഡിനേറ്റ്സ്. Now, what's really interesting here is എങ്ങനെ ബേസിക് ട്രിഗ്നോമെട്രി ഉപയോഗിച്ച് ഈ രണ്ട് ലോകങ്ങളെയും നമുക്ക് ഒന്നിച്ചു ചേർക്കാമെന്നുള്ളതാണ്. ഒരു പോയിന്റിന്റെ XYZ അറിയുമെങ്കിൽ നമുക്ക് ഇക്വേഷൻസ് യൂസ് ചെയ്ത് R, θ, φ കണ്ടുപിടിക്കാം. അതുപോലെ തിരിച്ചും. ഈ ഫോർമുലാസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബേസിക് കാൽക്കുലേഷൻസിന് ഇത് ആബ്സല്യൂട്ട്ലി ക്രൂഷ്യലാണ്. ലെറ്റ്സ് മൂവ് ടു സെക്ഷൻ 5, ദ ട്രാൻസ്ഫർമേഷൻ മാട്രിക്സ്, വെക്ടർ ട്രാൻസ്ലേഷൻ. പോയിന്റ്സ് മാത്രമല്ല, മുഴുവൻ വെക്ടേഴ്സിനെയും മാറ്റണ്ടേ? അതിനുവേണ്ടിയുള്ള അൾട്ടിമേറ്റ് ടൂളാണ് ഈ 3x3 ട്രാൻസ്ഫർമേഷൻ മെട്രിക്സ്. ഇത് കണ്ടാൽ പേടിക്കാനൊന്നുമില്ല, ഇറ്റ്സ് ജസ്റ്റ് എ സിമ്പിൾ റെസിപ്പി. ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ റെക്ടാങ്കുലർ AX, AY, AZ വെക്ടേഴ്സിനെ സ്ഫെറിക്കൽ AR, Aθ, Aφ ആയി മാറ്റുന്നത്. ഈ റോസും കോളംസും കൃത്യമായി മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇലക്ട്രോമാഗ്നറ്റിക്സ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഈ മെട്രിക്സ് എ റിയൽ ഗെയിം ചേഞ്ചറാണ്. ഇനി ഇത് നോക്ക്, ഇത് മുത്തുന്നെ കണ്ട മാട്രിക്സിന്റെ തീരെ ഇൻവേഴ്സായ മാട്രിക്സ് ആണ്. സ്ഫെറിക്കൽ ടു റെക്ടാങ്കുലർ. ഇത് നമുക്കൊരു 2-വേ സ്ട്രീറ്റ് തരുന്നു.
നിങ്ങളുടെ കയ്യിൽ AR, Aθ, A φ അറിയാമെങ്കിൽ ഈ മാട്രിക്സ് യൂസ് ചെയ്ത് എളുപ്പത്തിൽ AX, AY, AZ കണ്ടുപിടിക്കാം. തിയറി പഠിച്ചതുകൊണ്ട് മാത്രമായില്ലല്ലോ. സെക്ഷൻ 6 എക്സാം ആപ്ലിക്കേഷൻസ് വൈ ദിസ് മാറ്റേഴ്സ്. നിങ്ങളുടെ എക്സാംസിന് ഇത് എത്രത്തോളം മുഖ്യമാണ് എന്ന് നമുക്ക് നോക്കാം. ആൻഡ് ദിസ് ബ്രില്യൻ്റ്ലി ഇലസ്ട്രേറ്റ്സ് വാട്ട് ഐ മീൻ. May 2024 EMT എക്സാമിൻ്റെ ഒരു ഒറിജിനൽ സ്നിപ്പെറ്റാണ് നിങ്ങൾ കാണുന്നത്. ഡയറക്റ്റായി സ്പെറിക്കലിൽ നിന്ന് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാനുള്ള ചോദ്യം 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ മേട്രിസസ് അറിയുമെങ്കിൽ ഇത് ഈസിലി സ്കോർ ചെയ്യാം. ഇത് മാത്രമല്ല, ജൂലൈ 2021 എക്സാം പേപ്പർ ഒന്ന് നോക്കൂ. ഇവിടെയും എക്സ്പ്ലെയിൻ സ്പെറിക്കൽ ടു റെക്ടാംഗുലർ കോർഡിനേറ്റ് സിസ്റ്റം ട്രാൻസ്ഫർമേഷൻ എന്ന് തെളിച്ചു ചോദിച്ചിട്ടുണ്ട്. ഈ കോൺസെപ്റ്റ്സ് എക്സാംസിൽ കോൺസ്റ്റന്റ്ലി റിപ്പീറ്റ് ചെയ്യാറുണ്ട്. സോ ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഡയറക്റ്റായി നിങ്ങളുടെ ഗ്രേഡ്സ് ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കും. So, here is the big question. Will you tackle your next electromagnetic challenge in grids or in spheres? ഈ പുതിയ അറിവുകൾ ഉപയോഗിച്ച് 3D വേൾഡിനെ കൂടുതൽ ക്ലിയറായി മനസ്സിലാക്കുക. ഈ എക്സ്പ്ലെയിനർ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. കീപ് ലേണിംഗ് ആൻഡ് സീ യു നെക്സ്റ്റ് ടൈം.